നോക്കത്താ ദൂരം പരന്ന പാടങ്ങൾ ഒരു കാലത്ത് കാർഷിക കേരളത്തിന്റെ മുഖമുദ്രയും മനോഹാരിതയുമായിരുന്നു. അന്ന് വ്യാപകമായിരുന്ന നെൽകൃഷി ഇന്ന് വിരളമായി മാറി. നാളെ അത് അന്യം നിന്നു പോയേക്കാം. ഈ തിരിച്ചറിവാണ് കോട്ടയം ജില്ലയിലെ മരങ്ങാട്ടുപള്ളി പഞ്ചായത്ത് അധികൃതരെ തരിശുനിലങ്ങളിൽ കൃഷി ഇറക്കാൻ പ്രേരിപ്പിച്ച വികാരം. ഒപ്പം കൂടാൻ മരങ്ങാട്ടുപള്ളി കൃഷിഭവനും നെൽകൃഷിക്ക് പലിശരഹിത വായ്പ നൽകാൻ മരങ്ങാട്ടുപള്ളി സർവീസ് സഹകരണ ബാങ്കും രംഗത്തെത്തിയതോടെ ഒരു പ്രദേശമാകെ ഉത്സവലഹരിയിലായി. മരങ്ങാട്ടുപള്ളി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഓഗസ്റ്റിൽ സംഘടിപ്പിക്കപ്പെട്ട കാർഷികോത്സവത്തിന് ലഭിച്ച ബഹുജന പിന്തുണയാണ് ഇത്തരമൊരു വലിയ യത്നത്തിന് പഞ്ചായത്ത് ഭരണസമിതിക്ക് പ്രചോദനമായത്. പാഡി ചലഞ്ച് എന്ന് നാമകരണം ചെയ്യപ്പെട്ട ഈ പുതിയ സംരംഭത്തിന് ജനങ്ങൾക്കൊപ്പം ജനപ്രതിനിധികളും പാടത്തേക്കിറങ്ങിയപ്പോൾ മരങ്ങാട്ടുപള്ളിയിൽ നിശബ്ദമായൊരു കാർഷിക വിപ്ലവത്തിന് തിരി തെളിയുകയായിരുന്നു. പ്രാരംഭഘട്ടത്തിൽ 20 ഏക്കർ തരിശു നിലത്താണ് നെൽകൃഷി ഇറക്കുന്നത്. വിത്തിറക്കലിന്റെ ഉദ്ഘാടനം സംസ്ഥാന ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ KM മാണി നിർവഹിച്ചു. മരങ്ങാട്ടുപള്ളിയിൽ ഞാൻ വിരുന്നുകാരനല്ല, വീട്ടുകാരൻ തന്നെയാണെന്ന് പ്രഖ്യാപിച്ച KM മാണി തന്റെ ഉടമസ്ഥതയിലുള്ള തരിശുഭൂമി കൃഷി ഇറക്കാൻ സൗജന്യമായി വിട്ടുകൊടുക്കാനും തയ്യാറായി. എനിക്ക് ഏറ്റവും സന്തോഷമായിട്ടുള്ള മാതൃകാപരമായ ഒരു വലിയ വിപ്ലവ പരിപാടി മരങ്ങാട്ടുപള്ളി പഞ്ചായത്തും ബാങ്കും സംയോജിച്ചുകൊണ്ട് പൊതുജന സഹകരണത്തോടുകൂടി നടപ്പിലാക്കുന്നു എന്നുള്ളതാണ്. തരിശായി കിടക്കുന്ന വളരെയേറെ സ്ഥലങ്ങൾ പഞ്ചായത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഇപ്പോൾ കൃഷിയിലേക്ക് കടക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഭക്ഷ്യസുരക്ഷ പ്രഖ്യാപിത നയമാണ്, ദേശീയ ഒരു പരിപാടിയാണ്. ഭക്ഷ്യസുരക്ഷ ഇന്ത്യക്ക് കൈവരുത്തണം, കേരളത്തിന് കൈവരുത്തണം. കേരളത്തിൽ പോലും നമുക്ക് ആവശ്യത്തിനുള്ള ഭക്ഷണ സാധനമില്ല, അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുകയാണ്. ഭക്ഷ്യസുരക്ഷ വേണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കണമെങ്കിൽ തരിശായി കിടക്കുന്ന ഓരോ ഇഞ്ച് ഭൂമിയും കൃഷിയോഗ്യമാക്കി എങ്കിൽ മാത്രമേ ഭക്ഷ്യസുരക്ഷ നമുക്ക് കൈവരുത്തുവാൻ കഴിയൂ. അപ്പോൾ ആ നിലയ്ക്ക് ആലോചിക്കുമ്പോൾ മരങ്ങാട്ടുപള്ളി പഞ്ചായത്ത് ഇപ്പോൾ ഏറ്റെടുത്ത് നടപ്പിലാക്കുന്ന ഈ പരിപാടി കേരള ഗവൺമെൻറ്റിൻ്റെയും ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെയും പ്രഖ്യാപിത പരിപാടിയായ ഭക്ഷ്യസുരക്ഷയെ കൈവരുത്തുന്നതിൽ നമ്മളേറെ സഹായിക്കുന്ന ഒരു പരിപാടിയാണ്. ഉമ, ജ്യോതി എന്നീ വിത്തിനങ്ങളാണ് വിതയ്ക്കാൻ ഉപയോഗിച്ചത്. 12 ഏക്കറിലെ കൃഷി പഞ്ചായത്ത് നേരിട്ട് നടത്തുമ്പോൾ ബാക്കി 8 ഏക്കർ സ്ഥലത്തെ കൃഷി കർഷകർ ഏറ്റെടുത്തു. സമീപ ഭാവിയിൽ തന്നെ കൂടുതൽ കൃഷിയിടങ്ങൾ ഏറ്റെടുത്ത് കൃഷി ഇറക്കാൻ പഞ്ചായത്ത് തീരുമാനിച്ചിട്ടുമുണ്ട്. ഞങ്ങളുടെ പഞ്ചായത്ത് കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം 14 അംഗ പഞ്ചായത്ത് മെമ്പർമാരും കൃഷി ഓഫീസുമാണ് ഈ വലിയ ജനങ്ങൾക്ക് പ്രചോദനം നൽകുന്ന ഈ കർമ്മപരിപാടിക്ക് തുടക്കം കുറിച്ചത്. ഞങ്ങളുടെ കൃഷി ഡിപ്പാർട്ട്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ബഹുജനങ്ങളോടും കൃഷിക്കാരോടും വളരെ വലിയ താല്പര്യത്തോടു കൂടി നിലകൊള്ളുന്ന ഡിപ്പാർട്ട്മെൻറ്റാണ്. പഞ്ചായത്ത് കമ്മിറ്റിയും കൃഷിഭവനുമായി ഒരു വ്യത്യാസമില്ല, ജനപ്രതിനിധികളോ ഉദ്യോഗസ്ഥരോ എന്നുള്ള വ്യത്യാസമില്ല. ഇനിയും മരങ്ങാട്ടുപള്ളി പഞ്ചായത്തിൽ തരിശ് കിടക്കുന്ന ഭൂമികളുണ്ടെങ്കിൽ അത് കണ്ടെത്തി ആ തരിശ് ഭൂമി കൃഷി ചെയ്യാനുള്ള പ്രവർത്തനത്തിൻ്റെ പാതയിൽ കൃഷിഭവനും പഞ്ചായത്തും ബഹുജനങ്ങളും ഒറ്റക്കെട്ടായിട്ട് നിലകൊള്ളുകയാണ് എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. നിരവധി വയൽ ഉടമകൾ തങ്ങളുടെ ഭൂമി കൂടി ഏറ്റെടുക്കണം എന്ന അഭ്യർത്ഥനയുമായി രംഗപ്രവേശം ചെയ്തത് ഈ പദ്ധതിയുടെ ബഹുജന പിന്തുണയ്ക്ക് തെളിവാണ്. മരങ്ങാട്ടുപള്ളി പഞ്ചായത്തിലെ മുഴുവൻ തരിശു നിലങ്ങളും ഏറ്റെടുത്ത് കൃഷി നടത്തുകയോ കൃഷി നടത്തുന്നതിനും കർഷകരെ സഹായിക്കുകയോ ചെയ്യാനാണ് പഞ്ചായത്ത് അധികൃതരുടെ തീരുമാനം.
ലാഭം പ്രതീക്ഷിച്ചുകൊണ്ടല്ല, ഇനി വരുന്ന കാലങ്ങളിൽ ഇവിടെയുള്ള കർഷകർക്ക് നിലവിലുള്ള നിലങ്ങളെങ്കിലും കൃഷിയോഗ്യമാക്കി കൊടുക്കുക എന്നുള്ളൊരു ഉദ്ദേശമായിരുന്നു ഈ പദ്ധതി തുടങ്ങിയപ്പോൾ ഉണ്ടായിരുന്നത്. എന്നാൽ ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ ഇങ്ങനെയൊരു പ്രവർത്തനം ആരംഭിച്ചപ്പോൾ ധാരാളം ആളുകൾ, കർഷകരും കർഷകരുടെ ഗ്രൂപ്പുകളും ബാക്കി കിടക്കുന്ന തരിശു നിലങ്ങൾ ഏറ്റെടുക്കുന്നതിനായിട്ട് മുന്നോട്ട് വരികയും അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇന്ന് വരെ ഏകദേശം ഒരു 10-15 ഹെക്ടർ സ്ഥലത്തോളം ഏറ്റെടുത്ത് കൃഷി ചെയ്യാനായിട്ട് ആളുകൾ മുന്നോട്ട് വന്നു കഴിഞ്ഞു. ഒരു കൂട്ടായ്മയുടെ ഭാഗമായി വളരെ ഭംഗിയായിട്ട് മെമ്പർമാരെല്ലാം സജീവമായിട്ട് പാടത്തിറങ്ങുകയും പണിയെടുക്കാൻ കൂടുകയും ചെറിയ ക്ലാസ്സിലെ കുട്ടികളെ പോലെ പറഞ്ഞു കൊടുക്കുന്ന മുഴുവൻ ഭാഗങ്ങൾ നന്നായിട്ട് പഠിച്ച് പ്രാവർത്തികമാക്കാൻ പരിശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അവർക്ക് പാടശേഖര പ്രസിഡന്റ് എൻ്റെ ഒരു നന്ദി കൂടെ പറയുന്നുണ്ട്. വരും വർഷങ്ങളിലും ഈ കൂട്ടായ്മ നിലനിർത്തിക്കൊണ്ടുപോകാൻ ആവശ്യമായ എല്ലാ നടപടിയും അവർ സ്വീകരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. മരങ്ങാട്ടുപള്ളിയിൽ അരങ്ങേറിയ ഈ ഹരിത വിപ്ലവത്തിന്റെ അലയൊലികൾ കേരളമാകെ പടരുക തന്നെ വേണം. അങ്ങനെയെങ്കിൽ വയലേലകളുടെ സംഗീതം നമുക്ക് നഷ്ടമാവില്ല. നെൽക്കതിരുകളുടെ ദൃശ്യചാരുത വെറും ഒരു ഓർമ്മയാകില്ല. കോട്ടയം ജില്ലയിലെ പ്രകൃതി രമണീയമായ മലയോര ഗ്രാമമാണ് നീലൂർ. അധ്വാനശീലരായ കർഷകരുടെ കൈപുണ്യം കാർഷിക സമൃദ്ധിയുടെ തിരുമുൽക്കാഴ്ച തീർക്കുന്ന നന്മകളുടെ നാട്ടിൻപുറം. നീലൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ കീഴിലുള്ള നീലൂർ കാവുംകണ്ടം ഫാർമേഴ്സ് ക്ലബ്ബുകൾ ഹൈടെക് കൃഷിയിലെ നവതരംഗമായ പോളി ഹൗസ് ഫാമിംഗിൽ പുതിയ വിജയഗാഥകൾ തീർക്കുകയാണ്. ഞങ്ങൾ 5 ഫാർമേഴ്സ് ക്ലബ്ബുകൾ രൂപീകരിച്ചു. ആ ഫാർമേഴ്സ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ വിവിധങ്ങളായ പദ്ധതികൾ ഞങ്ങൾ നടപ്പിലാക്കി. അതായത് പച്ചക്കറി തൈ വിതരണം, സെമിനാറുകൾ, പഠനയാത്രകൾ, അതുപോലെ കാർഷിക ഉപകരണങ്ങളുടെ സബ്സിഡി നിരക്കുള്ള വിതരണം, കാർഷിക ഇൻഷുറൻസ് പദ്ധതി, ഇങ്ങനെ ഒട്ടനവധി പദ്ധതികൾ ഞങ്ങൾ നടപ്പിലാക്കി. ആ സമയത്താണ് സർക്കാർ ഹൈടെക് കൃഷിയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടുള്ള നയം രൂപീകരിക്കുന്നത്. ഞങ്ങൾ കോട്ടയം ജില്ലയിലെ ആദ്യത്തെ പോളി ഹൗസ് ഞങ്ങൾ ആരംഭിച്ചു. ഇന്നത് വളരെ വിജയകരമായിട്ട് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നു. കാർഷിക വിദഗ്ധരുടെ ഉപദേശങ്ങൾക്കൊപ്പം പരമ്പരാഗത കാർഷിക മുറകൾ സമന്വയിപ്പിച്ചപ്പോൾ വിളവ് 3 ഇരട്ടിയായി വർദ്ധിച്ചു എന്ന് ക്ലബ് അംഗങ്ങൾ അവകാശപ്പെടുന്നു. കൃഷി ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞതനുസരിച്ച് നമ്മൾ ഏരി വലിച്ചല്ല നമ്മൾ ചെയ്തിരിക്കുന്നത്. ഏരിയിൽ വ്യത്യസ്തമായിട്ട് നമ്മൾ ചാല് കീറി ചാലിനകത്ത് പയർ നട്ട് 1 മാസത്തോളം ട്രിപ്പിട്ട് നനച്ചിട്ട് പിന്നെ പയർ പറന്ന് കയറി കഴിയുമ്പോൾ മൊത്തം നമ്മൾ മോട്ടോർ വെച്ച മൊത്തം ഏരിയയായി നനച്ചാണ് നമ്മൾ കൃഷി ചെയ്തിരിക്കുന്നത്. നീലൂർ ഫാർമേഴ്സ് ക്ലബിന്റെ 400 സ്ക്വയർ മീറ്റർ വലിപ്പമുള്ള പോളി ഹൗസിൽ നിന്ന് ദിനംപ്രതി ഏതാണ്ട് 100 കിലോഗ്രാം വിളവ് ലഭിക്കാറുണ്ടെന്ന് കർഷകർ സാക്ഷ്യപ്പെടുത്തുന്നു. പോളി ഹൗസിൽ ബെഡ് തയ്യാറാക്കി ചെടികൾ തറയിൽ നിന്ന് ലംബമായി വളർത്തിയെടുക്കാനാണ് കാർഷിക വിദഗ്ധർ ഉപദേശിച്ചത്. ഈ രീതിയിൽ ചെടികൾക്ക് വളർച്ച കൂടുതലായിരുന്നെങ്കിലും വിളവ് വളരെ കുറവായിരുന്നു. പിന്നീട് നാട്ടറിവുകളുടെ പശ്ചാത്തലത്തിൽ ബെഡ് ഒരുക്കുന്നതിന് പകരം ചാല് കീറി ലംബ രീതിയിൽ നിന്ന് പന്തൽ രീതിയിലേക്ക് മാറ്റി പയർച്ചെടികൾ നട്ടപ്പോൾ വിളവിലുണ്ടായ വർധന കൗതുകകരമായിരുന്നു.
ഏതാണ്ട് 400 സ്ക്വയർ മീറ്റർ വലിപ്പത്തിലുണ്ടാക്കുന്ന പോളി ഹൗസിൽ ദിനംപ്രതി 100 കിലോ മുതൽ താഴത്തോട്ട് ഒരു 20 കിലോ വരെ വിളവ് ലഭിക്കുന്നതായിട്ടാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. സാധാരണ ഓപ്പൺ എയറിൽ നമ്മൾ കൃഷി ചെയ്തെങ്കിൽ ലഭിക്കുന്നതിനേക്കാൾ ഇരട്ടിയോ 3 ഇരട്ടിയോ വരെ വിളവ് ലഭിക്കുന്നതായിട്ടാണ് നമുക്ക് പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. നമ്മുടെ ഫാമേഴ്സ് ക്ലബിലും ഇരട്ടിയിലധികം വിളവ് ലഭിച്ചതായിട്ടാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. തുടർന്നും ഇത് തുറന്നു പോകുന്നതനുസരിച്ച് കൂടുതൽ ആൾക്കാർക്ക് ഇതിലേക്ക് തൽപരരായി വരാനും ഹൈടെക് കൃഷി കൂടുതൽ പ്രചാരത്തിൽ വരുവാനും ഇവരുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. കൃഷിയിൽ മാത്രമല്ല മുട്ടക്കോഴി വിതരണത്തിലും മാലിന്യ സംസ്കരണ രംഗത്തും ഫാർമേഴ്സ് ക്ലബ്ബുകൾ ശ്രദ്ധ പുലർത്താറുണ്ട്. ഈ സംരംഭങ്ങൾക്കു പിന്നിൽ നബാർഡിൻ്റെ ആഭിമുഖ്യത്തിൽ പ്രവർത്തിക്കുന്ന വില്ലേജ് നോളജ് സെൻ്ററിൻ്റെയും ജില്ലാ ബാങ്കിൻ്റെയും സഹകരണം കൃതജ്ഞതയോടെ വെളിപ്പെടുത്താനും ഫാർമേഴ്സ് ക്ലബ്ബ് അംഗങ്ങൾ തയ്യാറായി. കാർഷിക വൃത്തി ഈ മലയോര മണ്ണിൻ്റെ ഹൃദയത്തുടിപ്പാണ്. ഇവിടുത്തെ കർഷകരുടെ വികാര വിചാരങ്ങൾ തൊട്ടറിഞ്ഞ് പ്രതീക്ഷയുടെ പുതുനാമ്പുകൾ തീർക്കുകയാണ് നീലൂർ സഹകരണ ബാങ്ക്. നഷ്ടത്തിലായിരുന്ന ഈ സഹകരണ പ്രസ്ഥാനത്തെ സ്വയം പര്യാപ്തമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ബാങ്ക് ഭരണസമിതി ഫാർമേഴ്സ് ക്ലബ്ബുകൾ രൂപവൽക്കരിക്കാൻ തീരുമാനിച്ചത്. പ്രാരംഭഘട്ടത്തിൽ വിമർശന വിധേയമായെങ്കിലും ഇന്ന് വിജയത്തിൻ്റെ മറുവാക്കാണ് ഈ കർഷക കൂട്ടായ്മയും അവയുടെ സേവന പ്രവർത്തനങ്ങളും. ഒരു വീടിനൊരു പച്ചക്കറിത്തോട്ടം എന്ന പ്രഖ്യാപിത ലക്ഷ്യം ഏറെക്കുറെ സാധിതപ്രായമായതിൻ്റെ ആവേശത്തിലാണ് ഫാർമേഴ്സ് ക്ലബ്ബ് അംഗങ്ങൾ. പ്രാദേശികമായി ലഭിക്കുന്ന പച്ചക്കറികൾക്കു പുറമെ ശീതകാല വിളകളായ കാബേജ്, കോളിഫ്ലവർ, കാപ്സിക്കം എന്നിവയും നീലൂർ നിവാസികളുടെ അടുക്കളത്തോട്ടത്തിലെത്താൻ ഈ കർഷക കൂട്ടായ്മ ഒരു നിമിത്തമായി. നീലൂർ പ്രദേശത്ത് വിജയകരമായി നടപ്പിലാക്കിയ ഫാർമേഴ്സ് ക്ലബ്ബ് പിന്നീട് ബാങ്കിൻ്റെ മറ്റു ശാഖകളായ കുറുമണ്ണ്, കാവുംകണ്ടം, മേരിലാൻഡ്, എലിവാലി എന്നിവിടങ്ങളിലേക്കും വ്യാപിച്ചു. മണ്ണിൻ്റെ മണവും വിയർപ്പിൻ്റെ നനവുമുള്ള ഈ നീലൂർ വിജയഗാഥ കേരളത്തിൻ്റെ കാർഷിക സഹകരണ സംസ്കാരത്തിന് പുതിയൊരു മാതൃകയും മാർഗദീപവുമാകുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. കേരള കാർഷിക സർവകലാശാല സ്ഥാപനമായ മണ്ണുത്തി കാർഷിക ഗവേഷണ കേന്ദ്രത്തിലെ പച്ചക്കറി തൈകൾ തയ്യാറാക്കുന്ന സാങ്കേതിക വിദ്യ ഇന്ന് കാർഷിക മേഖലയിൽ വൻ കുതിച്ചുചാട്ടത്തിന് വഴിയൊരുക്കിയിരിക്കുന്നു. മണ്ണുത്തി ഗവേഷണ കേന്ദ്രത്തിലെ പ്രൊഫസർ ഡോക്ടർ സി നാരായണൻകുട്ടിയാണ് ഈ നേട്ടത്തിൻ്റെ അമരക്കാരൻ. ഇത് പച്ചക്കറി തൈകൾ ഉണ്ടാക്കുന്ന ഒരു ആധുനിക നഴ്സറിയാണ്. വിദേശ രാജ്യങ്ങളിലെല്ലാം തന്നെ പച്ചക്കറി കൃഷിയിൽ കർഷകർ വിത്തിന് പകരം തൈയാണ് ഉപയോഗിച്ചു വരുന്നത്. നമ്മുടെ രാജ്യത്തും ഈ പ്രവണത അടുത്ത കാലത്തായി വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ ഈ സാങ്കേതികവിദ്യ വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് ആദ്യമായിട്ട് കാർഷിക ഗവേഷണ കേന്ദ്രം മണ്ണുത്തിയിലാണ്. ഈ നഴ്സറിയിൽ ഏകദേശം 288 സ്ക്വയർ മീറ്റർ സ്ഥലത്താണ് ഈ നഴ്സറി സ്ഥിതി ചെയ്യുന്നത്. 36 മീറ്റർ നീളവും 8 മീറ്റർ വീതിയുമുള്ള ഒരു പോളി ഹൗസാണ്. പോളി ഹൗസിനകത്ത് തൈ ഉണ്ടാക്കുന്നതുകൊണ്ടുള്ള ഒരു വലിയ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കീടങ്ങളുടെയും രോഗങ്ങളുടെയും ആക്രമണം ഒരു പരിധി വരെ നമുക്ക് തടുത്തു നിർത്താൻ കഴിയും. ഇവിടെ മണ്ണില്ലാത്തൊരു മിശ്രിതത്തിലാണ് നമ്മൾ തൈകൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ മണ്ണിൽ കൂടിയുള്ള രോഗങ്ങളും ഒഴിവാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ മണ്ണിൽ കൂടിയുള്ള രോഗങ്ങളെയും കീടങ്ങളെയും ഒഴിവാക്കിക്കൊണ്ടുള്ള തൈകളായതുകൊണ്ട് ഈ തൈകൾ 100% തന്നെ രോഗകീട വിമുക്തമാണെന്ന് നമുക്ക് അവകാശപ്പെടാൻ സാധിക്കും. ഇവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണില്ലാത്ത ഒരു മിശ്രിതം, അതായത് ചകിരി കമ്പോസ്റ്റ്, വെർമിക്കുലൈറ്റ്, പെർലൈറ്റ് എന്നീ 3 ഘടകങ്ങൾ 3:1:1 എന്ന അനുപാതത്തിൽ ചേർത്ത് തയ്യാറാക്കുന്ന ഒരു മിശ്രിതത്തിലാണ് തൈകൾ പാകുന്നത്, വിത്ത് പാകുന്നത്. ആ വിത്ത് പാകുന്നത് പ്ലാസ്റ്റിക്കിൻ്റെ പ്രോ ട്രേയിലാണ്. ഈ ട്രേയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇത് വളരെ വെയിറ്റ് കുറഞ്ഞതും വില കുറഞ്ഞതും അതേസമയം നല്ല നീർവാർച്ച നൽകാനായിട്ട് ഇതിൽ വലിയ സുഷിരങ്ങൾ കൊടുത്തിട്ടുണ്ട്. 1 ഇഞ്ച് ആണ് ഏകദേശം ഇതിൻ്റെ ഒരു സെല്ലിൻ്റെ സൈസ്. ഇതുപോലെ 104 സെല്ലുകൾ അടങ്ങിയിട്ടുള്ളതാണ് ഒരു ട്രേ. അപ്പോൾ 1 ഇഞ്ച് നീളവും വീതിയും ആഴവുമുള്ള 104 കുഴികളുള്ള ഒരു ട്രേ ആണ് ഈ വിത്ത് പാകാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത്തരത്തിൽ കിളിർപ്പിച്ചെടുക്കുന്നവ പിന്നീട് ഗ്രാഫ്റ്റ് ചെയ്ത് ഗുണമേന്മ കൂടിയ തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നു. ഗ്രാഫ്റ്റ് ചെയ്യുന്നതിനായി ഒരേ പ്രായത്തിലുള്ള തൈകളാണ് ഉപയോഗിക്കുന്നത്. അതായത് റൂട്ട് സ്റ്റോക്കും സയോണും ഒരേ പ്രായത്തിലുള്ള തൈകളായിരിക്കണം. ഇവിടെ ഉജ്ജ്വല എന്ന മുളകിനത്തിലാണ് നമ്മൾ സിയറ എന്ന ഇനം ഗ്രാഫ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഉജ്ജ്വല എന്ന് പറയുന്നത് ബാക്ടീരിയൽ വാട്ടത്തിന് പ്രതിരോധ ശക്തിയുള്ള കാർഷിക സർവകലാശാല പുറത്തിറക്കിയ ഒരു ഇനമാണ്. സിയറ എന്ന് പറയുന്നത് അത്യുൽപാദന ശേഷിയുള്ള ഒരു ഹൈബ്രിഡ് ഇനമാണ്, പക്ഷേ വാട്ടരോഗം വരുന്ന ഒരു ഇനമാണ്. അപ്പോൾ സിയറയെ നമ്മൾ ഉജ്ജ്വലയിൽ ഗ്രാഫ്റ്റ് ചെയ്തിട്ട് വാട്ടരോഗം വരുത്താതെ സിയറ കൃഷി ചെയ്യാവുന്ന വിധത്തിൽ ആക്കി മാറ്റുകയാണ് ഈ ഗ്രാഫ്റ്റിംഗ് സാങ്കേതിക കൊണ്ട് ഇവിടെ ചെയ്യുന്നത്. 15-20 ദിവസം പ്രായമായ ഉജ്ജ്വലയുടെ തൈകൾ ആദ്യമായി അതിൻ്റെ ഒരു 3 സെൻറ്റിമീറ്റർ നിർത്തി മുകൾ ഭാഗം മുറിച്ച് മാറ്റുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഈ തൈകൾ 1 സെൻറ്റിമീറ്റർ നീളത്തിൽ നെടുകെ പിളർക്കുകയാണ് ചെയ്യുന്നത്. പിളർത്തിയ ശേഷം സയോണിൻ്റെ തൈ മുറിച്ചെടുക്കുന്നു. അടിഭാഗം ഇതുപോലെ 3 സെൻറ്റിമീറ്റർ നിർത്തി മുറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് 2 വശങ്ങളും 1 സെൻറ്റിമീറ്റർ നീളത്തിൽ ചെത്തിയതിന് ശേഷം ഈ പിളർത്തിയ സ്റ്റോക്കിൽ ഇറക്കി വയ്ക്കുന്നു. പിന്നീട് ഈ ക്ലിപ്പ് ഇട്ട് തൈ വീഴാതെ നിർത്തുന്നു. ഗ്രാഫ്റ്റ് ചെയ്ത ഉടനെ ക്ലിപ്പിട്ടതിന് ശേഷം ഈ തൈകൾ ക്ലിപ്പോടുകൂടി ഈ മിസ്റ്റ് ചേമ്പറിനകത്ത് കൊണ്ടുവയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇത് 4 പുറവും പോളിത്തീൻ കൊണ്ട് ചുറ്റി മൂടിയിട്ടുള്ളതുകൊണ്ട് ഇതിനകത്ത് 100% ആർദ്രത നിലനിർത്താൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഗ്രാഫ്റ്റ് ചെയ്ത തൈകൾ വാടിപ്പോകാതെ നിലനിർത്താനായിട്ടും നമുക്ക് കഴിയുന്നുണ്ട്. ഇങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്ത തൈകൾ ഒരാഴ്ചയ്ക്ക് ശേഷം മിസ്റ്റ് ചേമ്പറിൽ നിന്ന് നമുക്ക് പുറത്തിറക്കാൻ സാധിക്കും. ഈ സമയം കൊണ്ട് ഈ ഗ്രാഫ്റ്റ് ഒട്ടിച്ചേർന്ന് തൈകൾ വാട്ടം പൂർണ്ണമായും ഒഴിവായിട്ടുണ്ടാവും. ഈ തൈകൾ നമ്മൾ പൊളിയോസിലേക്ക് മാറ്റിയതിന് ശേഷം ഒരു 5 ദിവസം കഴിഞ്ഞാൽ വിൽപ്പനയ്ക്ക് തയ്യാറാകും. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അങ്കമാലിയിൽ ആഗോള കാർഷിക സംഗമം ആരംഭിച്ചു. കേരവൃക്ഷ ഇൻഷുറൻസ് പദ്ധതിയിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. വിശദമായ വാർത്തകളിലേക്ക്.
കേരളത്തിൽ ഹൈടെക് കൃഷിയും കാർഷിക വ്യവസായവും പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ആഗോള കാർഷിക സംഗമം അങ്കമാലി അറ്റ്ലസ് കൺവെൻഷൻ സെന്ററിൽ ഇന്ന് രാവിലെ കേന്ദ്ര കൃഷി വകുപ്പ് മന്ത്രി രാധാ മോഹൻ സിംഗ് ഉദ്ഘാടനം ചെയ്തു. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. राष्ट्रीय बागवानी बोर्ड के अंदर उसकी व्यवस्था है, उसमें हम सहायता भी करते हैं, हम उसमें सब्सिडी भी देते हैं, महिलाओं और अनुसूचित जाति को थोड़ा ज्यादा देते हैं. आप उद्यमियों को तैयार करिए, हम इसमें पूरा योगदान करने के लिए तैयार हैं. ഈ സബ്ജക്ട് കർഷകരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനുള്ളതാണ്. കാർഷിക രംഗത്ത് അതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം കൊണ്ട് ഒരു കുടുംബത്തിന് കഴിയുന്നതിന്, ജീവിക്കുന്നതിന് ശമ്പളത്തോടുകൂടി കിട്ടുന്ന ഒരു ഉദ്യോഗം പോലെ തന്നെ കാർഷിക മേഖലയിൽ നിന്നും വരുമാനം കിട്ടും എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കർഷകർക്കിടയിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കേര കർഷകരെ സഹായിക്കുന്നതിനായി ഭാരത സർക്കാർ നാളികേര വികസന ബോർഡ് വഴി നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് കേരവൃക്ഷ ഇൻഷുറൻസ് പരിരക്ഷ. നിശ്ചിത പ്രായപരിധിയിലുള്ള 5 തെങ്ങെങ്കിലുമുള്ള കർഷകർക്ക് പദ്ധതിയിൽ അംഗമാകാം. 4 മുതൽ 15 വർഷം വരെ പ്രായമുള്ള തെങ്ങുകൾക്ക് തെങ്ങൊന്നിന് 900 രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ, വാർഷിക പ്രീമിയം 9 രൂപയും 16 മുതൽ 60 വർഷം വരെ പ്രായമുള്ള തെങ്ങിന് 1750 രൂപയുടെ പരിരക്ഷയ്ക്ക് വാർഷിക പ്രീമിയം 14 രൂപയുമാണ് അടയ്ക്കേണ്ടത്. കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് സന്ദർശിക്കുന്ന വെബ്സൈറ്റ് www.coconutboard.nic.in. ശുദ്ധജല മത്സ്യകൃഷി ഏജൻസിയുടെ നെയ്യാർ ഡാം അക്വേറിയം വിവിധ തരം മത്സ്യക്കുഞ്ഞുങ്ങളെ വിതരണം ചെയ്യുന്നു. ചൈനീസ് മത്സ്യമായ ഫ്ലവർ ഹോൺ ഉൾപ്പെടെയുള്ള സ്വർണ്ണ മത്സ്യങ്ങൾ, മോളി, ഗപ്പി, പ്ലാറ്റി, സർക്കർ, ബ്ലൂ മോർഫ് എന്നിങ്ങനെ വിവിധ ഇനത്തിൽപ്പെട്ട മത്സ്യക്കുഞ്ഞുങ്ങളാണ് നെയ്യാർ ഡാം അക്വേറിയത്തിലുള്ളത്. മത്സ്യക്കുഞ്ഞുങ്ങൾ ആവശ്യമുള്ളവർക്ക് മുൻകൂട്ടി പേ രജിസ്റ്റർ ചെയ്യാം. ഫോൺ നമ്പർ 9779776646. കേരള കാർഷിക സർവകലാശാലയുടെ മണ്ണുത്തി കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ നവംബർ 17, 18, 19 തീയതികളിൽ പച്ചക്കറി കൃഷിയും ജൈവ ജീവാണു കീടനാശിനി നിർമ്മാണവും എന്ന വിഷയത്തിൽ പരിശീലനം നൽകുന്നു. വിശദവിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാം. 9644205575. മറ്റൊരു നമ്പർ 8086405476. പഴുത്ത തക്കാളി വെയിലത്ത് വച്ച് ഉണക്കി ടൊമാറ്റോ പൗഡർ ഉണ്ടാക്കുന്ന സാങ്കേതികവിദ്യ ആന്ധ്രയിലെ റെഡിപ്പള്ളി കൃഷി വിജ്ഞാന കേന്ദ്രം ചിട്ടപ്പെടുത്തി. മൂത്തുപഴുത്ത തക്കാളി കഴുകി മസ്ലിൻ തുണി ഉപയോഗിച്ച് തുടച്ച് 6 മുതൽ 8 കഷ്ണങ്ങളാക്കി കുറുകെ മുറിച്ച് തടി ട്രെയിലോ ഷീറ്റുകളിലോ നിരത്തി വെയിലത്ത് ഉണക്കുന്നു. നന്നായി ഉണങ്ങിയ തക്കാളി കഷ്ണങ്ങൾ പോളിത്തീൻ കവറിൽ സൂക്ഷിക്കുകയോ പൊടിയായി സൂക്ഷിക്കുകയോ ചെയ്യാം. 1 കിലോ തക്കാളി ഉണക്കിയാൽ 50 മുതൽ 55 ഗ്രാം വരെ കിട്ടും. 100 ഗ്രാം തക്കാളിക്കു പകരം 5 ഗ്രാം തക്കാളിപ്പൊടി മതിയാകും കറികളിലും മറ്റും ഉപയോഗിക്കാൻ. റെഡിഹള്ളി കൃഷി വിജ്ഞാന കേന്ദ്രത്തിൻ്റെ ഫോൺ നമ്പർ 08142000418. മറ്റൊരു നമ്പർ 09889623825. 6ാമത് ഇന്ത്യൻ ഹോർട്ടിക്കൾച്ചർ കോൺഗ്രസ് ഇന്ന് കോയമ്പത്തൂരിലെ അവിനാശി റോഡിലെ കൊഡീസിയ ട്രേഡ് ഫെയർ കോംപ്ലക്സിൽ ആരംഭിച്ചു. തോട്ടവിള കൃഷിയിലെ നേട്ടങ്ങളും കോട്ടങ്ങളും കോൺഗ്രസിൽ ചർച്ച ചെയ്യും. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 700ഓളം കൃഷി വിദഗ്ധരും ഗവേഷകരും പങ്കെടുക്കുന്നു. നവംബർ 7 മുതൽ 9 വരെ തോട്ടവിളയുമായി ബന്ധപ്പെട്ട പ്രദർശനവും ഉണ്ടാകും. ക്ഷീരവികസന വകുപ്പിന്റെ കോട്ടയം ക്ഷീരപരിശീലന കേന്ദ്രത്തിൽ ക്ഷീരകർഷകർക്കായി നവംബർ 11 മുതൽ 18 വരെ ശാസ്ത്രീയ പശുപരിപാലനം, ക്ഷീരോൽപ്പന്ന നിർമ്മാണം എന്നിവയിൽ പരിശീലനം ഉണ്ടായിരിക്കുമെന്ന് പരിശീലന കേന്ദ്രം പ്രിൻസിപ്പൽ അറിയിച്ചു. വിശദവിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. 0481
302 223. വർക്കല ഓടയം ഹാച്ചറിയിൽ PCR ടെസ്റ്റിലൂടെ ക്രയശേഷി തെളിയിക്കപ്പെട്ട കാരച്ചെമ്മീൻ കുഞ്ഞുങ്ങൾ വിതരണത്തിന് തയ്യാറായിട്ടുണ്ട്. ചെമ്മീൻ കർഷകർക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 9447900128. ഇനി കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 34.3 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23.2. കോഴിക്കോട് 32.4, 23.2. കൊച്ചി 32.6, 25. ആലപ്പുഴ 32, 23.9. പുനലൂർ 32.5, 21.5. തിരുവനന്തപുരം 32.5, 24.2 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.